അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് വാക്കുകൾ കേട്ടിരുന്നു. വാക്കുകൾ എന്തൊക്കെയാണ്? ഇജാക്കുലേഷൻ, ഓവറി, ഓവുലേഷൻ, മെൻസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ആ വാക്കുകളെല്ലാം എന്താണ് എന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഒന്ന് പഠിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പ്യൂബർട്ടി എന്നുള്ള വാക്കാണ്. അതായത് 24ാമത്തെ ചോദ്യമായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്യൂബർട്ടി ഈസ് ദ പീരിയഡ് ഡ്യൂറിങ് വിച്ച് അഡോളസൻസ് റീച്ച് സെക്സ്വൽ മെച്യൂരിറ്റി ആൻഡ് ബിക്കം കേപ്പബിൾ ഓഫ് റീപ്രൊഡക്ഷൻ. അതായത് പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സമയമാണ്. ഏത് സമയം? ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താണ്? കൗമാരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? പ്രത്യുൽപാദനത്തിന് പരിപപ്പെട്ടു വരുന്നു, അല്ലെങ്കിൽ പാവകമായി വരുന്നു. ആൻഡ് ബിക്കം കേപ്പബിൾ ഓഫ് റീപ്രൊഡക്ഷൻ. അതുപോലെ തന്നെ അവരെന്തിന് കഴിവുള്ളവരായിത്തീരുന്നു? പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുവാൻ, റീപ്രൊഡക്ഷന് കഴിവുള്ളവരായിത്തീരുന്നു. അപ്പം പ്യൂബർട്ടി ഈസ് ദ പീരിയഡ്, അത് ഒരു സമയമാണ്. ഡ്യൂറിങ് വിച്ച്, അതിൽ, അഡോളസൻസ് അതായത് കൗമാരക്കാർ, റീച്ച് സെക്സ്വൽ മെച്യൂരിറ്റി അതായത് ലൈംഗികമായിട്ട് പരിവപ്പെട്ട് പക്വതയായിത്തീരുന്നു. ആൻഡ് ബിക്കം കേപ്പബിൾ, അതുപോലെ തന്നെ അവർക്ക് കഴിവുള്ളതായിത്തീരുന്നു, ഓഫ് റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനത്തിന്. ഓക്കെ. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ച വാക്കാണ് ഇജാക്കുലേഷൻ. അപ്പോൾ വാട്ട് ഈസ് ഇജാക്കുലേഷൻ? ഇജാക്കുലേഷൻ ഈസ് ദ ഡിസ്ചാർജ് ഓഫ് സെമൻ ഫ്രം ദ ടെസ്റ്റിക്കിൾ ത്രൂ ദ പെനീസ് ആൻഡ് ഔട്ട് ദ യൂറിത്ര. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇജാക്കുലേഷൻ ഈസ് ദ ഡിസ്ചാർജ് ഓഫ് സെമൻ. അതായത് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഓഫ് സെമൻ, അതായത് സെമൻ പുറത്തേക്ക് കളയുകയാണ്. എവിടെ നിന്ന്? ഫ്രം ദ ടെസ്റ്റിക്കിൾ, അതായത് ടെസ്റ്റിക്കിളിൽ നിന്ന്. എവിടേക്കാണ്? ത്രൂ ദ പെനീസ് ആൻഡ് ഔട്ട് ദ യൂറിത്ര, അതായത് പെനീസിലൂടെ, യൂറിത്രയിലൂടെ ആ സാധനം പുറത്തേക്ക് കളയുകയാണ്. ഓക്കെ. ഇജാക്കുലേഷൻ നോർമലി കണ്ടെയ്ൻസ് സ്പേം. അതായത് ഇജാക്കുലേഷനിൽ സാധാരണ കാണുന്ന എന്താണ്? സ്പേം ആണ് കാണപ്പെടുന്നത്. അതായത് ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ദ ഡിസ്ചാർജ് ഓഫ് സെമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്ചാർജ് എന്ന് വെച്ചാൽ പുറത്തേക്ക് തള്ളിക്കളയുക, സെമൻ എന്ന് വെച്ചാൽ ശുക്ലം. എവിടെ നിന്നാണ്? ഫ്രം ദ ടെസ്റ്റിക്കിൾ. ഓക്കെ. ടെസ്റ്റിക്കിളിൽ നിന്നും ഈ സെമനെ പുറത്തേക്ക് തള്ളിക്കളയുകയാണ്. ത്രൂ ദ പിനീസ്, അതായത് പിനീസിൽ കൂടിയാണ് അത് പോകുന്നത്. ആൻഡ് ഔട്ട് ടു ദ യൂറിത്ര, അതായത് യൂറിത്രയിലൂടെ അത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത വാക്ക് നമ്മൾ അവിടെ പഠിച്ചത് ഓവറി എന്നുള്ളതാണ്. വാട്ട് ഈസ് ഓവറി? ഓവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? One of the pair of female gland in which the egg formed and the female hormones estrogen and progesterone are made. അതായത് ഓവറി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ പെയർ ഓഫ് ഫീമെയിൽ ഗ്ലാൻഡ്സ്, അതായത് സ്ത്രീകളിലുള്ള രണ്ട് ഗ്ലാൻഡുകളുടെ പേരാണ് ഓവറി എന്ന് പറയുന്നത്. അപ്പം ആ ഗ്ലാൻഡിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻ വിച്ച് ദ എഗ് ഫോംഡ്, അതായത് ഒരു സ്ത്രീയിലുള്ള അണ്ടത്തിനെ, ഓവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? ഓവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് ഈ ഓവറി എന്ന് പറയുന്നത്. ആൻഡ് ദ ഫീമെയിൽ ഹോർമോൺസ്, അവിടെ മറ്റ് കാര്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ എന്താണ്? ഫീമെയിൽ, അതായത് സ്ത്രീകളിൽ കാണപ്പെടുന്ന ഹോർമോൺ ഏതെല്ലാമാണ്? ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണും അതുപോലെ തന്നെ പ്രൊജസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് ഓവറി എന്ന് പറയുന്നത്. അപ്പോൾ ഓവറിയുടെ പ്രത്യേകത 3 കാര്യങ്ങളാണ്. ഒന്ന്, അതൊരു ഫീമെയിൽ ഗ്ലാൻഡാണ്. അവിടെയാണ് എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എഗ്സ് ആർ മെയ്ഡ്. അതുപോലെ തന്നെ ഫീമെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രജനും പ്രൊജസ്ട്രജനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇനി നമ്മൾ 118ാമത്തെ പേജിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ഓവുലേഷൻ? ഓവുലേഷൻ എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് അർത്ഥം. എന്താകുന്നു ഓവുലേഷൻ? ഓവുലേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ആൻ എഗ് ഈസ് റിലീസ്ഡ് ഫ്രം ദ ഓവറി. അതായത് നമ്മൾ പറഞ്ഞു ഓവറിയിലാണ് ഈ അണ്ടം അല്ലെങ്കിൽ എഗ്ഗ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന്. ആ എഗ്ഗിനെ യൂട്രസിലേക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിലൂടെ ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ റിലീസ് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ്? ഓവറിയിൽ നിന്നാണ്. അങ്ങനെ ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ദ എഗ് ക്യാൻ ബി ഫെർട്ടിലൈസ്ഡ് എബൌട്ട് 12 to 24 hours ആഫ്റ്റർ ഇറ്റ്സ് റിലീസ്. അതായത് ഒരു എഗ്ഗ് ഓവറിയിൽ നിന്നും ഓവുലേഷനിലൂടെ റിലീസ് ചെയ്യപ്പെട്ട, സ്വതന്ത്രമാക്കപ്പെട്ടാൽ 12 മുതൽ 24 മണിക്കൂറിനുള്ളിൽ ആ എഗ്ഗ് എന്ത് ചെയ്യാം? ഒരു പുരുഷ ബീജവുമായിട്ട് കൂടിച്ചേർന്ന് അത് ഫെർട്ടിലൈസ് ചെയ്ത് അത് ഒരു ഫീറ്റസ് ആയിട്ട്, എംബ്രിയോമായിട്ട് രൂപപ്പെടാവുന്നതാണ്. ആൻ ആവറേജ് ഇറ്റ് ഹാപ്പൻസ് ഓൺ ഡേ 14 ഓഫ് എ 28 ഡേയ്സ് മെൻസ്ട്രൽ സൈക്കിൾ. അതായത് സാധാരണയായിട്ട് ഒരു 14ാമത്തെ ദിവസം, 28 ദിവസത്തെ മെൻസ്ട്രൽ സർക്കിളിൽ 14ാമത്തെ ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. മെൻസ്ട്രൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ ആർത്തവത്തിനുണ്ടാകുന്ന ആ ഒരു സർക്കിൾ. അപ്പോൾ നമുക്കൊരു പുതിയ വേർഡ് വന്നു. എന്താണ് ഈ മെൻസ്ട്രൽ സർക്കിൾ അല്ലെങ്കിൽ ആർത്തവം എന്നുള്ളത്?
ആർത്തവം എന്നുള്ള കാര്യം സാധാരണ സംഭവിക്കുന്നത് സ്ത്രീകൾക്കുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. വാട്ട് ഈസ് മെൻസ്ട്രേഷൻ? മെൻസ്ട്രേഷൻ ഈസ് ദ പീരീഡ് or period is normal vaginal bleeding that occurs as part of the woman's monthly cycle. അതായത് എന്താണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്? ഒരു സമയമാണ്, അല്ലെങ്കിൽ ഇതിന് പീരിയഡ് എന്ന് മറ്റൊരു പേരും പറയാം. ഈസ് എ നോർമൽ വെജീനൽ ബ്ലീഡിങ്, അതായത് യോനി നാളിയിൽ കൂടി ബ്ലഡ് പുറത്തേക്ക് വരുന്ന ഒരു പ്രവർത്തനമാണ്. ദാറ്റ് ഒക്വേഴ്സ്, അത് സംഭവിക്കുന്നു ആസ് പാർട്ട് ഓഫ് ദ വുമൻസ് മന്ത്ലി സൈക്കിൾ, അതായത് ഒരു സ്ത്രീയുടെ ആ മന്ത്ലി സൈക്കിളിനകത്ത് ബ്ലഡ് പുറത്തേക്ക് വരുന്ന ആ പ്രവണതയാണ് ഇതിലൂടെ യോനി നാളിയിലൂടെ പുറത്തേക്ക് വരുന്ന പ്രവർത്തനത്തെയാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. എവറി മന്ത് ഫീമെയിൽ ബോഡി പ്രിപ്പയർസ് ഫോർ പ്രഗ്നൻസി. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു പ്രായപൂർത്തിയായ സ്ത്രീ, എന്താണ് പുബർട്ടിയിൽ എത്തിയിരിക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരം എല്ലാ മാസവും ഒരു എഗ്ഗിനെ അല്ലെങ്കിൽ ഒരു എഗ്ഗ് ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഓവത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഓവവും ഫീമെയിലിൻ്റെ ഓവവും മെൻ്റെ സ്പേമുമായിട്ട് കൂടിച്ചേർന്നാണ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കേണ്ടത്. ഇനി എന്തെങ്കിലും കാരണത്താൽ അവിടെ അത് ഫീമെയിലിൻ്റെ ഓവവും ആണിൻ്റെ സ്പേമും തമ്മിൽ കൂടിച്ചേർന്നാൽ അവിടെ പ്രഗ്നൻസി, അല്ലെങ്കിൽ ആ സ്ത്രീ ഗർഭിണിയായി തീരുന്നു. ഈഫ് നോ പ്രഗ്നൻസി ഒക്വേഴ്സ്, അവിടെ ഒരു പ്രഗ്നൻസി സംഭവിക്കുന്നില്ലെങ്കിൽ, അവിടെ ഗർഭധാരണം നടക്കുന്നില്ലെങ്കിൽ, ദ യൂട്രസ് ഓർ ദ വൂംബ് ഷെഡ്സ് ഇറ്റ്സ് ലൈനിങ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ മെൻസ്ട്രേഷന് മുൻപായിട്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്? കുഞ്ഞിനെ പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് ഈ എഗ്ഗിനെ ഓവറിയിൽ നിന്ന് ഓവുലേഷനിലൂടെ റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ പ്രത്യേക തരത്തിലുള്ള ഒരു കവചവും അറയും രൂപപ്പെടുന്നുണ്ട്. ആ രൂപപ്പെട്ടിരിക്കുന്ന ആ ലൈനിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ലൈനിങ് എന്താണ് യൂട്രസ് ഓർ വൂമ്പ് എന്ന് വെച്ചാൽ, യൂട്രസ് എന്ന് വെച്ചാൽ ഗർഭപാത്രം, വൂമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാലും ഗർഭപാത്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അവിടെ രൂപപ്പെട്ടിരിക്കുന്ന ആ കവചത്തെ എന്ത് ചെയ്യുന്നു? ഷെഡ്സ് ഇറ്റ്സ് ലൈനിങ്, അതായത് ആ ലൈനിങ്ങിനെ അത് ഷെഡ് ചെയ്യുന്നു, അതിനെ പുറത്തേക്ക് തള്ളുന്നു, അല്ലെങ്കിൽ അവിടെ ഇല്ലാതെ ആവുത്തിയിരുന്നു. ദ മെൻസ്ട്രൽ ബ്ലഡ് ഈസ് പാർഷ്യലി ബ്ലഡ് ആൻഡ് പാർട്ട്ലി ടിഷ്യൂ ഫ്രം ഇൻസൈഡ് ദ യൂട്രസ്. അപ്പം അങ്ങനെ തള്ളിക്കളയുന്ന ആ ലൈനിങ് ആണ് എന്താണ് മെൻസ്ട്രേഷനായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, മെൻസ്ട്രൽ ബ്ലഡ് ഈസ് പാർഷ്യലി ബ്ലഡ്. ഈ മെൻസ്ട്രൽ ബ്ലഡിനകത്ത് കുറച്ച് എന്താണ് രക്തമായിരിക്കും, അതുപോലെ തന്നെ പാർഷ്യലി കുറച്ച് എന്താണ് ടിഷ്യൂസ് ഫ്രം ഇൻസൈഡ് ദ യൂട്രസ്, അതായത് ടിഷ്യൂസ് അല്ലെങ്കിൽ ശരീരകലകളുമായിരിക്കും, കോശങ്ങളുമായിരിക്കും എന്ത് യൂട്രസിൻ്റെ ലൈനിങ്ങിന് രൂപപ്പെട്ടതായിരിക്കുന്ന ആ കലകളുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇലിസ്ട്രേഷൻ 5.1 എന്ന് പറഞ്ഞു വെച്ച് നിങ്ങൾക്ക് ഒരു ഭാഗം തന്നിട്ടുണ്ട് 118ാമത്തെ പേജിൽ. അത് ആണ് കൃത്യമായിട്ട് ഒരു സ്ത്രീയുടെ മെൻസ്ട്രേഷനെ കുറിച്ച് അല്ലെങ്കിൽ ആർത്തവത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ മെൻസ്ട്രൽ സർക്കിളിനെ കുറിച്ച് പറയുന്നത്. അത് നിങ്ങൾ ഇതോട് കൂടി തന്നെ ഓവുലേഷൻ ആൻഡ് ചേഞ്ച് ഇൻ ദ യൂറിൻ വാൾ, ആ ഭാഗമാണ് നമ്മളിവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ പിക്ചർ എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഓരോന്നും നിങ്ങൾ നോക്കുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ദ മെൻസ്ട്രൽ സർക്കിൾ ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് എ വുമൻസ് ബോഡി പ്രിപ്പയർസ് ഫോർ പ്രഗ്നൻസി. അതായത് മെൻസ്ട്രൽ സർക്കിൾ എന്ന് പറയുന്ന ആ ആർത്തവ ചക്രമാണ് ഒരു സ്ത്രീയുടെ ശരീരത്തെ എന്താണ് ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി നടത്തുന്നത്. വൺസ് എ മന്ത് ദ ഫീമെയിൽ ബോഡി ഗ്രോസ് എ ന്യൂ യൂട്രൈൻ ലൈൻ. അതായത് മാസത്തിലൊരിക്കൽ ഫീമെയിൽ ബോഡി എന്ത് ചെയ്യുന്നു? ഒരു പുതിയ യൂട്രൈൻ ലൈൻ, അതായത് ഗർഭപാത്രത്തിനകത്ത് ഒരു കവചം നിർമ്മിക്കുന്നു. ഇറ്റ് മീൻസ് ദ യൂട്രസ് ഈസ് റെഡി ടു റിസീവ് ആൻഡ് നറിഷ് ദ ഫെർട്ടിലൈസ്ഡ് എഗ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ യൂട്രസ് അല്ലെങ്കിൽ ഗർഭപാത്രം ഒരു ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ട എഗ്ഗ്, സ്പേമുമായിട്ട് കൂടിച്ചേർന്ന എഗ്ഗിനെ സ്വീകരിക്കുവാനും അവിടെ പരിപോഷിപ്പിക്കുവാനും തയ്യാറായി എന്നാണ്. ഇഫ് ആൻ എഗ് ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ് ദ യൂട്രസ് ഷെഡ്സ് ദ ലൈൻ, യൂട്രൈൻ ലൈൻ. അതായത് എന്തെങ്കിലും കാരണത്താൽ അവിടെ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എങ്കിൽ ആ യൂട്രസിൽ രൂപപ്പെട്ടിരിക്കുന്ന ആ കവച യൂട്രൈൻ ലൈൻ എന്ത് ചെയ്യുന്നു? അതിനെ പുറന്തള്ളപ്പെടുന്നു. അങ്ങനെ പുറന്തള്ളപ്പെടുമ്പോഴാണ് ആ സ്ത്രീക്ക് എന്ത് വരുന്നത്? മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഓർ പീരിയഡ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് മനസ്സിലാക്കുക, ദ ഡേ ഓഫ് എ മെൻസ്ട്രൽ സർക്കിൾ ആർ കൗണ്ടഡ് ഫ്രം ഡേ 1 ഓഫ് ദ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ടു ഡേ 1 ഓഫ് ദ നെക്സ്റ്റ് മെൻസ്ട്രൽ ബ്ലീഡിംഗ്. അതായത് ഒരു സ്ത്രീയുടെ മെൻസ്ട്രൽ സർക്കിൾ അല്ലെങ്കിൽ ആർത്തവ ചക്രത്തെ എങ്ങനെയാണ് എണ്ണുന്നത്? ഒന്നാമത്തെ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ദിവസം മുതൽ അടുത്ത മാസത്തെ 28 ദിവസം കഴിഞ്ഞുണ്ടാകുന്ന മെൻസ്ട്രൽ ബ്ലീഡിംഗ് വരെയുള്ള ദിവസങ്ങളെയാണ് ഒരു മെൻസ്ട്രൽ സർക്കിളായിട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നത്. അടുത്തതായിട്ട് മൂന്നാമതായിട്ട് തന്നിരിക്കുന്നത് എന്താ? മെൻസ്ട്രൽ സർക്കിൾ ഈസ് ഗൈഡഡ് ബൈ ഹോർമോണൽ സിഗ്നൽസ് ദാറ്റ് സെൻഡ് ബൈ ദ ബ്രെയിൻ. നിങ്ങൾ മനസ്സിലാക്കുക, ഈ മെൻസ്ട്രൽ സർക്കിൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ ഹോർമോണൽ സിഗ്നൽ എവിടെ നിന്ന്? ബ്രെയിനിൽ നിന്ന് വരുന്ന സിഗ്നലുകൾക്ക് അനുസൃതമായിട്ടാണ്.
ഈസ്ട്രജൻ കോസസ് ദ യൂട്രൈൻ ലൈനിങ് ടു ഡെവലപ്പ് ആൻഡ് തിക്കൺ. സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈസ്ട്രജൻ എന്ന ഹോർമോണാണ് എന്തിനു വേണ്ടിയിട്ട് ഈ യൂട്രൈൻ ലൈൻ അല്ലെങ്കിൽ ഗർഭപാത്രത്തിനകത്തുണ്ടാകുന്ന ആ കവചം ഉൽപ്പാദിപ്പിക്കപ്പെടുക അല്ലെങ്കിൽ അവിടെ രൂപപ്പെടുന്നതിനും അതിന് കട്ടി ഉണ്ടാകുന്നതിനും സഹായിക്കുന്നത്. ഫോളിസൈൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇറ്റ് ഈസ് സ്റ്റിമുലേറ്റ്സ് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് റിലീസ് ഓഫ് എ മച്വർ എഗ്. അതായത് ഫോളിസൈൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോളിസൈൽ എന്ന് പറയുന്ന ഒരു സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ്. അതിൻ്റെ പ്രവർത്തനം എന്താണ്? ഇറ്റ് സ്റ്റിമുലേറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ റിലീസ് ഓഫ് മച്വർ എഗ്. അത് ഈ മച്വർ ആയിട്ടുള്ള പക്വത എത്തിയിട്ടുള്ള പരിവപ്പെട്ടിട്ടുള്ള ആ എഗ്ഗിനെ റിലീസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഓക്കെ. പ്രോസ്ട്രജൻ ലെവൽ ഇൻക്രീസ് ഇൻ ഓർഡർ ടു ഹെൽപ്പ് ദ ഫെർട്ടിലൈസ്ഡ് എഗ് അറ്റാച്ച് ടു ദ യൂട്രൈൻ ലൈൻ. അതായത് പോസ്ട്രജൻ എന്ന് പറയുന്ന ആ ഹോർമോൺ എന്ത് ചെയ്യുന്നു? ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ട എഗ്ഗിനെ ഈ യൂട്രൈൻ ലൈനിൽ യൂട്രസിനകത്തുണ്ടായിരിക്കുന്ന ആ കവചവുമായിട്ട് പറ്റിച്ചേരുവാനായിട്ട് സഹായിക്കുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡേ 1 ഇനി ഈ മെൻസ്ട്രൽ സർക്കിളിൻ്റെ ആ ഇതിനകത്ത് തന്നിരിക്കുന്ന ചിത്രം നിങ്ങളൊന്ന് നോക്കുക. ചിത്രത്തിനകത്ത് പല കളറുകളിലാണ് തന്നിരിക്കുന്നത്. ആ കളറുകളും കുറച്ച് കാര്യങ്ങൾ റിസംബിൾ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഡേ 1 to 6 മെൻസസ് ഫേസ്. അതിന് പറയുന്ന പേരാണ് മെൻസസ് ഫേസ്, അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് എന്താണ്? ബ്ലീഡിംഗ് ഫേസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് എന്ത് കാണുന്നത്? അവിടെ ഒരു ചുമന്ന കളറിൽ അത് കാണിച്ചിരിക്കുന്നത്. ഡേ 7 to 14 ഫോളിസെല്ലുലർ ഫേസ്. അതിന് പറയുന്ന പേരാണ് ഫോളിസെല്ലുലർ ഫേസ് എന്ന്. ആൻ എഗ് മച്വേഴ്സ് ഇൻ ദ ഓവേറിയൻ ഫോളിസൈൽ. അതായത് ഫോളിസെല്ലിനകത്ത് ഓവറിനകത്ത് എന്ത് ചെയ്യുന്നു? ഒരു എഗ് എന്ത് ചെയ്യുന്നു? മച്വർ ആയിത്തീരുന്നു. ആൻഡ് ദ യൂട്രൈൻ ലൈനിങ് പ്രിപ്പയർസ് ടു റിസീവ് എ ഫെർട്ടിലൈസ്ഡ് എഗ്. അവിടെ എന്താണ്? യൂട്രൈനിൽ എന്താണെന്ന്, അല്ലെങ്കിൽ യൂട്രസിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കവചം രൂപപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ എന്ത് ചെയ്യുന്നു? അവിടെ സ്വീകരിക്കുവാനായിട്ട്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഫോളിസെയർ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 7ാമത്തെ ദിവസം മുതൽ 14ാമത്തെ ദിവസം വരെ ഉള്ളതിനാണ് ഫോളിസെല്ലുലർ ഫേസ് എന്ന് പറയുന്നത്. ആൻ എഗ് മച്വേഴ്സ് ഇൻ ദ ഓവേറിയൻ ഫോളിസൈൽ. അതായത് ഓവേറിയൻ ഫോളിസൈൽ ഒരു എഗ് മച്വർ ആവുന്നു, അല്ലെങ്കിൽ അത് പരിവപ്പെട്ടു വരുന്നു. എ സ്മോൾ ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് ഇൻ ദ ഓവറി ദാറ്റ് കണ്ടെയ്ൻ 1 മച്വർ എഗ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഈ ഫോളിസൈൽ സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഒരു ചെറിയ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്ന ഒരു സഞ്ചി പോലെയുള്ള സാധനമാണ്. അവിടെയാണ് ഈ എഗ് മച്വർ ആയിത്തീരുന്നത്. ആൻഡ് ദ യൂട്രൈൻ ലൈൻ പ്രിപ്പയർസ് ടു റിസീവ് ദ ഫെർട്ടിലൈസ്ഡ് എഗ്. അതുപോലെ തന്നെ ഈ യൂട്രൈൻ ലൈനിങ്, അതായത് ഗർഭപാത്രത്തിനകത്ത് ഒരു കവചം സൃഷ്ടിക്കപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ സ്വീകരിക്കുവാനായിട്ട്. ഇനി ഡേ 14. ഡേ 14ൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഡേ 14ൽ തന്നിരിക്കുന്ന പിക്ചർ ഏതാണ്? പച്ച പിക്ചറാണ്. ഓവുലേഷൻ. ദ ഓവറി റിലീസസ് ദ എഗ് വിച്ച് ക്യാൻ ബി ഫെർട്ടിലൈസ്ഡ് ബൈ ദ സ്പേം ഇഫ് പ്രസന്റ്. അതായത് 14ാമത്തെ ദിവസം റിലീസ് ചെയ്യപ്പെടുന്ന ആ എഗ്ഗിൻ്റെ അടുത്ത് ഒരു സ്പേം ചെന്ന് കഴിഞ്ഞാൽ അതുമായിട്ട് കൂടിച്ചേർന്ന് ഫെർട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഈ 14ാമത്തെ ദിവസം സ്പേം ചെന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു പെൺകുട്ടി എന്തായി തീരാൻ സാധ്യത കൂടുതലുള്ളത്? ആ പെൺകുട്ടി ഗർഭിണിയായി തീരുവാനായിട്ട് സാധ്യത കൂടുതലുള്ള ദിവസമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് തന്നെ അവരുടെ മെൻസ്ട്രൽ സർക്കിൾ കൗണ്ട് ചെയ്തുകൊണ്ട് ഗർഭധാരണത്തെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുവാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാനോ സാധിക്കും. ഇത് പഠിപ്പിക്കുന്നത് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഡേ 15 to 28. ഇനി എന്താണ് പറയുന്നത്? 15 മുതൽ 28 വരെ. അതിന് പറയുന്ന പേരെന്താണ്? സെക്രട്ടറി ഫേസ് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ദ എഗ് ട്രാവൽസ് ത്രൂ ദ ഫെലോപ്പിയൻ ട്യൂബ് ടു ദ യൂട്രസ്. ഇവിടെ എഗ് അല്ലെങ്കിൽ പരുവപ്പെട്ടിരിക്കുന്ന ആ ഓവം എന്ത് ചെയ്യുന്നു? യൂട്രസിനകത്തേക്ക് പോകുന്നു. ഈ ഫെർട്ടിലൈസ്ഡ് അതിന് ഫെർട്ടിലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ, പുരുഷ ബീജവുമായിട്ട് കൂടിച്ചേരുകയാണെങ്കിൽ ദ എംബ്രിയോ മേ അറ്റാച്ച് ടു ദ യൂട്രൈൻ ലൈനിങ്. അതായത് ആ എംബ്രിയോ എന്ത് ചെയ്യും? യൂട്രസിനകത്തുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഗർഭപാത്രത്തിനകത്തുണ്ടായിരിക്കുന്ന ആ കവചവുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെടും. ആൻഡ് ദ വുമൺ വിൽ ബിക്കം പ്രഗ്നന്റ്. അങ്ങനെ ആ സ്ത്രീ എന്തായിത്തീരുന്നു? ഗർഭിണിയായിത്തീരുന്നു. വുമൺ വിൽ ബിക്കം പ്രഗ്നന്റ്. ആ സ്ത്രീ ഗർഭിണിയായിത്തീരുന്നു. ഈ ദ എഗ് ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്. അവിടെ ആ എഗ്ഗിന് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് പുരുഷബീജവുമായിട്ട് ചേർന്നിട്ടുള്ള ദ യൂട്രൈൻ ലൈനിങ് വിൽ ഷെഡ് ആൻഡ് ദ സൈക്കിൾ വിൽ ബിഗെയിൻ എഗെയിൻ. അതായത് ഈ യൂട്രൈൻ്റെ ലൈനിങ് അവിടെ ഉണ്ടായിരിക്കുന്ന ആ കവചം എന്ത് ചെയ്യുന്നു? പുറന്തള്ളപ്പെടുന്നു. അവിടെയാണ് മെൻസ്ട്രൽ ബ്ലീഡിങ് വരുന്നത്. അപ്പോൾ അവിടെ ബ്ലഡും കലകളുമായിട്ട് പുറത്തേക്ക് പോകുന്നു. സോ ദ മെൻസ്ട്രേഷൻ ഹാസ് 4 phases. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മെൻസ്ട്രേഷന് 4 phases ഉണ്ട് എന്നുള്ള കാര്യം. അതാണ് ആ 1, 2, 3 എന്ന് 28 വരെ തന്നിരിക്കുന്നതിൽ 4 കളറിൽ തന്നിരിക്കുന്ന ഫേസസ്. ദ മെൻസ്ട്രൽ ഫേസ്, അതിന് പറയുന്ന പേര് എന്തൊക്കെയാണ്? 1 മെൻസ്ട്രൽ ഫേസസ്, 2 ദ ഫോളിസെല്ലുലർ ഫേസ്, 3ാമത്തത് ഓവുലേഷൻ ഫേസ്, 4ാമത്തത് സെക്രട്ടറി ഫേസ്, 5 അല്ലെങ്കിൽ 4ാമത്തേന് പറയുന്നത് എന്താണ്? യൂറ്റിയൽ ഫേസ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ഓഫ് ദ വുമൺസ് പീരീഡിനാണ് അത് പറയുന്നത്. എഗെയിൻ എന്നിട്ട് അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? ഇത് വീണ്ടും പുനരാവർത്തിക്കുന്നു 28 ദിവസം കഴിയുമ്പോൾ. എനിക്ക് തോന്നുന്നു ആ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് വിശദമായിട്ട് മനസ്സിലാകുവാനായിട്ട് നിങ്ങളൊരു പണി ചെയ്യുക. കയ്യിൽ എടുത്തു പിടിച്ച് വായിച്ചാൽ മാത്രം മനസ്സിലാവുള്ളൂ. ഹാർഡ് കോപ്പി കിട്ടുന്നതായിരിക്കും. ഇതിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതാണ്.